ഫേസ്ബുക്കിൽ മാത്രമായിട്ട് ആരുടെ വണ്ടി ഫേസ്ബുക്കിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിരുന്ന എന്നെ ഫ്രീ ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് ഒരുപാട് സിം എടുക്കാൻ പ്രേരിപ്പിച്ച് അത് ഒരു 3 സിമ്മെങ്കിലും എനിക്കുണ്ടായിരുന്നു ജിയോന്റെ ഫ്രീ ഇന്റർനെറ്റുള്ള. അങ്ങനെ അതെടുത്ത് ഞാൻ കണ്ടു തുടങ്ങിയതാണ് സിനിമകൾ. അതും മലയാള സിനിമകൾ മാത്രമല്ല, യൂട്യൂബിൽ ഒരുപാട് സിനിമകൾ കണ്ടതിന് ശേഷമാണ് പ്രീ ഡെസ്റ്റിനേഷൻ എന്നൊരു സിനിമയിലേക്ക് ഞാൻ വരുന്നത്. അത് കണ്ടതിന് ശേഷമാണ് തലയിലെ കിളി മുഴുവൻ അങ്ങ് മാറിപ്പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ കാണുന്ന ഇന്റർനാഷണൽ സിനിമകൾ, ഇന്ത്യൻ സിനിമകൾ എല്ലാം കൂടെ ഒരു ചാനലിലേക്ക് പറഞ്ഞുകൂടെ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊരു ആശയം വരുന്നത് AV ഗാലറി എന്ന പേരിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഇൻകം സോഴ്സ്, ഒരു വെഞ്ചർ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ തുടങ്ങുന്ന ഒരു സംഭവമാണ്, ഒരു സംരംഭമാണ് AV ഗാലറി. അത് 58K വരെ സബ്സ്ക്രൈബേഴ്സ് പോയിക്കൊണ്ടിരുന്ന, ടെലിഗ്രാമിലൊക്കെ ഒരു 40K 45K ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ ചാനൽ ഒരു സുപ്രഭാതത്തിൽ 2023 ജനുവരിയിൽ അടിച്ചുപോയി. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നീട് 2023 ശേഷമാണ് ഞാൻ പിന്നീട് എല്ലാം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഒന്ന് ഒതുങ്ങിക്കൂടി. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയാണ്, ചേട്ടാ വീണ്ടും തുടങ്ങും, ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് AV ഗാലറി 2.0 എന്നുള്ള പേരിൽ വീണ്ടും ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതൊരു 8,000 സബ്സ്ക്രൈബേഴ്സ് ആയി, ഇൻകം വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു $100 കിട്ടുന്ന ഒരു വരുമാന സ്രോതസ്സായിട്ട് മാറിയ ഒരു സംഭവമാണ്. എൻ്റെ ഒരു ആദ്യ സംരംഭമാണ് AV ഗാലറി. സിനിമ കാണുക എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രാന്താണ്. അത് നമ്മുടെ ചാനലിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമയുടെ ഒരു പോസ്റ്റേഴ്സുകൾ, അതിലൊക്കെ അതിന്റെ ചുമരിൽ മുഴുവനായിട്ട് ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിക്കണം എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഒരു ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അതിലൊക്കെ യൂട്യൂബ് ഷോർട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു വിസിബിലിറ്റി ഉണ്ട്. നമ്മുടെ പോക്കറ്റിലേക്ക് ക്യാഷ് വരുത്തുന്ന ഒരുപാട് ഐഡിയാസുകളുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, സിനിമകളൊക്കെ ആളുകളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കണ്ടോളും, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആരും സിനിമ കാണണ്ട എന്നുള്ള ഒരു മെന്റാലിറ്റി പിന്നീട് മാറ്റി വെച്ചതിന് ശേഷമാണ് പോക്കറ്റിലേക്ക് ചെറിയൊരു കുറച്ച് ഡോളേഴ്സുകളൊക്കെ വരാൻ തുടങ്ങിയത്. അതും വലിയൊരു സംഭവമല്ല. ഞാൻ എടുക്കുന്ന എഫേർട്ടിന് വളരെ ചെറിയ എഫേർട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ, വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു എഫേർട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. അത് നിങ്ങൾ ഇന്ന് തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി വെക്കാതെ പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. എന്ത് ഐഡിയ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പോൾ ഈ മാർക്കറ്റിന് ആവശ്യം ട്രസ്റ്റാണ്. അത് നിങ്ങളായിട്ട് തന്നെ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത്, ഒരു ബ്രാൻഡ് ഓണേഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് പറയുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെ, ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾ തന്നെ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ ധൈര്യസമേതം ഇങ്ങനെ വീഡിയോയിൽ നിന്ന് പറയുകയാണെങ്കിൽ അതിന് ഉള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു ബ്രാൻഡിനുള്ള, ആ ഒരു വെഞ്ചറിനുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ ഇനിയുള്ള മാർക്കറ്റ് അങ്ങനെയാണ്. ഒരുപാട് ആക്ടേഴ്സിനെ വെച്ചിട്ടോ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടോ അല്ലാതെ നിങ്ങൾക്ക് തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറാം. നിങ്ങൾക്ക് തന്നെ ഒരു വ്ളോഗേഴ്സ് ആയിട്ട് മാറാം ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്ത എൻ്റെ AV ഗാലറി എന്ന് പറഞ്ഞ ചാനലും, അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും, അതിൻ്റെ ഒരു ഷെയർ ചാറ്റിൻ്റെ ഒരു പേജും, അതിൻ്റെ ഒരു വാട്സപ്പിലെ ഒരു ചാനലും ഒക്കെ. അപ്പോൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്, ഇന്ന് തന്നെ തുടങ്ങാം.